JP അസ്ട്രോ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് പതിവില്ലാത്ത ഒരു വീഡിയോ ആണ്. കാരണം എന്നെ 1-2 പേര് വിളിച്ചു പറഞ്ഞു, ആശാവർക്കർമാരുടെ ഒരു സമരം തിരുവനന്തപുരത്ത് ഗംഭീരമായിട്ട് നടക്കുന്നുണ്ടല്ലോ, ഇതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരാൾക്ക് തോന്നുന്ന ഒരു സംശയമായിരിക്കാം. ആ സംശയം എൻ്റേതായ അറിവ് ഞാൻ അസ്ട്രോളജി അനുസരിച്ച് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുക. ഈ വീഡിയോ എന്ന് പറയുന്നത് സാധാരണ എല്ലാവരും കാണണം എന്നൊന്നും ഞാൻ പറയത്തില്ല. അസ്ട്രോളജിയുമായിട്ട് ബന്ധപ്പെട്ട് ആ മേഖലയിൽ പ്രവർത്തിക്കുന്നവരും അതുപോലെ അസ്ട്രോളജി പഠിക്കുന്നവരും അതുമായിട്ട് അതിഷ്ടപ്പെടുന്നവർക്കൊക്കെ ആയിട്ട് ഇടുന്ന ഒരു വീഡിയോ ആണ്. അല്ലാതെ പൊതുവായിട്ട് ഉള്ള ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾ കരുതണ്ട. ഈ ശുക്രനാണ് ഇവിടുത്തെ താരം. കാരണം സ്ത്രീകളെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ശുക്രനും ചന്ദ്രനുമാണ് പ്രധാനമായിട്ടും ഉള്ള 2 ഗ്രഹങ്ങൾ. അതിലിപ്പോൾ ശുക്രൻ ഉച്ചസ്ഥാനത്താണ് നിൽക്കുന്നത്. ശുക്രൻ ഉച്ചത്തിൽ വരുമ്പോൾ എന്താണ് ഫലം എന്നുള്ളത് ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുമുണ്ട്. ആ വീഡിയോയിലെല്ലാം തന്നെ സ്ത്രീകളെ സംബന്ധിച്ച കാര്യങ്ങളും സൂചിപ്പിച്ചിട്ടുണ്ട്. കാരണം സ്ത്രീകളെ സംബന്ധിക്കുന്ന ഒരു ഗ്രഹമാണെന്ന് അങ്ങനെയൊക്കെ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കും. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അത്രയൊക്കെ പറയാൻ പറ്റും. 2025 ജനുവരി 28 മുതൽ ശുക്രൻ ഉച്ചരാശിയായ മീനത്തിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. സ്ത്രീകളെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും എല്ലാ വിഷയങ്ങളും അതുപോലെ കലാസാഹിത്യ രംഗത്തെ പ്രവർത്തനങ്ങൾ, ലളിത കലാരൂപങ്ങൾ, കലാസൃഷ്ടികൾ, സ്ത്രീകൾക്ക് അവരുടെ മെച്ചപ്പെട്ട പ്രവർത്തികൾ. ഇപ്പോൾ ഈ കലാകാരന്മാരെയും ലളിതകലകളെയും ഒക്കെ സംബന്ധിക്കുന്ന കാര്യം സ്ത്രീകൾ മാത്രമല്ല, അത് പുരുഷന്മാർക്കും ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോൾ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അവരുടെ പ്രവർത്തികൾ, ഉന്നത നിലയിലുള്ള സ്ത്രീകൾ രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിലും മറ്റ് രംഗങ്ങളിലുമൊക്കെ പ്രവർത്തിക്കുന്നവർ, സ്ത്രീയുടെ പ്രാതിനിധ്യം, സ്ത്രീകളുടെ പ്രാധാന്യം, മഹത്വം, ആവശ്യങ്ങൾ, അവർ നേരിടുന്ന പ്രശ്നങ്ങൾ, ഭൗതിക ജീവിതം മെച്ചപ്പെടുത്താൻ ആവശ്യമായ കാര്യങ്ങൾ, സ്ത്രീകൾ നേരിടുന്ന വെല്ലുവിളികൾ, ഇതെല്ലാം ശുക്രൻ്റെ ചുമതലയാണ്. ദാമ്പത്യ ജീവിതത്തിലെ ഭാര്യാഭർത്തൃ ബന്ധത്തിൻ്റെ ഊഷ്മളമായ സന്തോഷകരമായ ജീവിതവും അതുപോലെ തന്നെ പങ്കാളിയുടെ സൗന്ദര്യവും ഭൗതിക സുഖ സൗകര്യങ്ങളും, നല്ല വീട്, വാഹനം, വസ്ത്രങ്ങൾ, ആഭരണം, വീട്ടിൽ വേണ്ടുന്ന വസ്തുവകൾ, സാമ്പത്തിക ശേഷി, ഇങ്ങനെ അതുപോലെ ഉന്നതമായ സ്ഥാനമാനങ്ങൾ എന്ന് പറയുന്ന സകലതും ശുക്രനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ ചന്ദ്രനും ഇക്കാര്യത്തിലൊരു പ്രാധാന്യമുണ്ട്. കാരണം ചന്ദ്രനും സ്ത്രീകളെ സംബന്ധിക്കുന്ന കാര്യങ്ങളുടെ സൂചന തരുന്നുണ്ട്. എങ്കിലും ഇപ്പോൾ ശുക്രനാണല്ലോ ഉച്ചരാശിയിൽ നിൽക്കുന്നത്, അതുകൊണ്ട് ശുക്രനാണ് പ്രാധാന്യം. ഇവിടെ രാഹുവും ശുക്രനുമാണ് മീനത്തിൽ നിൽക്കുന്നത്. അത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ചില ഫലങ്ങളും പറഞ്ഞിട്ടുണ്ട്. ചിലരൊക്കെ എൻ്റെ വീഡിയോ കണ്ടിട്ട് കമൻറ്റ് ചെയ്യുന്നത് മൊത്തം അങ്ങ് നെഗറ്റീവാണല്ലോ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ശുക്രൻ ഉച്ചത്തിൽ നിൽക്കുന്നത് കൊണ്ട് പിന്നെ ത്രികോണ കോടീശ്വര യോഗമോ അല്ലെങ്കിൽ രാജയോഗമോ ഒക്കെ ഉണ്ടായി ഇത്രയും നക്ഷത്രക്കാർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അവരുടനെ ഏതാണ്ട് അങ്ങ് മലമറിച്ച് കളയും. ഇങ്ങനെയുള്ള വീഡിയോ കൊണ്ടൊന്നും ഒരു ഗുണവുമില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഇതൊന്നും ഉണ്ടാകത്തില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയായിരിക്കും ഇതൊക്കെ കാണുന്നത്. അപ്പം അസ്ട്രോളജിയെ സംബന്ധിക്കുമ്പോൾ അസ്ട്രോളജിയുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. രാഹുവിനെ സംബന്ധിച്ച് പറയുമ്പോൾ രാജ്യാന്തര ബന്ധത്തെ സൂചിപ്പിക്കുന്നതാണെന്ന് ഞാൻ നേരത്തെ തന്നെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ആശാവർക്കർമാരുടെ ന്യായമായ ആവശ്യം ചൂണ്ടിക്കാട്ടിയുള്ള സമരം, അത് എല്ലാ തലത്തിലും ദേശീയ തലത്തിൽ വരെ ശ്രദ്ധിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ആ രാഹു സൂചിപ്പിക്കുന്നത്. അതാണ് അതിൻ്റെ സൂചന. മീനൻ രാശിയിൽ ശുക്രൻ ഉച്ചത്തിലാകുമ്പോൾ തന്നെ ആ രാശി ബുധന് നീചരാശിയായിട്ട് വരും. ഇവിടുത്തെ രസകരമായ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ബുധനും ശുക്രനും പരസ്പരം ബന്ധുക്കളാണ്. എന്ന് പറയുമ്പോൾ ഒന്നിച്ച് കഴിയേണ്ടവരും ഒരുമിച്ച് നിൽക്കേണ്ടവരും ഒന്നിച്ചു പോകുന്നവരുമൊക്കെയാണ് എന്ന് ചുരുക്കം. അത് ചിലപ്പോൾ സുഹൃത്തുക്കളായിരിക്കാം, ബന്ധുക്കളായിരിക്കാം, യുവജനങ്ങളായിരിക്കാം, വിദ്യാഭ്യാസപരമായിട്ട് കൂടെ പഠിച്ചവരായിരിക്കാം, കൂടെ ജോലി ചെയ്യുന്നവരായിരിക്കാം, ഇങ്ങനെയൊക്കെ ഉള്ളവരാകാം. പക്ഷേ ഇവിടെ ശുക്രൻ്റെയും ബുധൻ്റെയും കാര്യം ഒരു രാശിയിൽ നോക്കുമ്പോൾ, അതായത് മീനൻ രാശിയെ സംബന്ധിച്ച് പറയുമ്പോൾ, ശുക്രന് സ്ത്രീയുടെ ഉന്നതമായ നിലവാരത്തെയും സ്ത്രീകളുടെ പ്രശ്നങ്ങളെയും അവർ നേരിടുന്ന സന്തോഷത്തെയും ദുഃഖത്തെയും എല്ലാത്തിനെയും കാണിക്കും. അവിടെയാണ് ബുധൻ
നീചത്തിൽ നിൽക്കുന്നു. എന്ന് പറഞ്ഞാൽ പരസ്പരം ബന്ധുക്കളായ രണ്ട് ഗ്രഹങ്ങൾ പരസ്പരം രണ്ട് വിരുദ്ധ സ്വഭാവത്തിൽ നിൽക്കുന്ന ഒരു രീതി നമുക്കിവിടെ കാണാൻ സാധിക്കും, എവിടെയും കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഈ രണ്ട് ഗ്രഹങ്ങളുടെ ഒരു പൊതു സ്വഭാവം. ഫെബ്രുവരി 27 ശുക്രനോടൊപ്പം ബുധനും ചേരുന്നത്. അതുവരെ ബുധൻ കുംഭൻ രാശിയിലാണ്. അപ്പോൾ ഈ യോഗം അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ പല മാറ്റങ്ങളും ഉണ്ടാക്കാം എന്നതാണ്. മീനത്തിൻ്റെ അധിപനായ വ്യാഴം, ആ വ്യാഴം ശുക്രൻ്റെ 3-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. ഈ 3-ാം ഭാവം എന്ന് പറയുന്ന സഹോദരങ്ങളെ സൂചിപ്പിക്കാം, പരിസരവാസികളെ സൂചിപ്പിക്കാം, ധൈര്യത്തെ സൂചിപ്പിക്കാം, അല്പം വളഞ്ഞ വഴിയും സൂചിപ്പിക്കാം. അതും 3-ാം ഭാവത്തിൻ്റെയൊക്കെ ചില കാര്യങ്ങളാണ്. 3-ാം ഭാവം എന്ന് പറയുമ്പോൾ അയൽവാസികളെ, സമീപവാസികളെ, കൂടെ നിൽക്കുന്നവർ, ഇങ്ങനെയൊക്കെ വരാം. പരിസരവാസികൾ ഇങ്ങനെയൊക്കെ വരാം. ഒരേ തരത്തിൽ ചിന്തിക്കുന്നവർ, അങ്ങനെയൊക്കെ പല കാര്യങ്ങളും നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഇവരുടെ സ്വാധീനം മൂലം എന്ന് പറയുമ്പോൾ ഇവർക്കൊരു ധൈര്യം കിട്ടുന്നു എന്നാണ്. 3-ാം ഭാവമായി ഇടവത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ അത് ഈ വ്യാഴത്തിൻ്റെ ഒരു സ്ഥിതി എന്താണെന്ന് ചോദിച്ചാൽ അത് ബുദ്ധിപരമായ കഴിവ്, നിയമത്തെയും സാമ്പത്തികമായ, അതായത് ബാങ്കിനെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹമാണ്, ധനകാര്യ സ്ഥാപനത്തെ സൂചിപ്പിക്കുന്ന ഗ്രഹമാണ്. അതുപോലെ നീതിന്യായ വ്യവസ്ഥയെ, നിയമത്തെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹം കൂടിയാണ്. അതുപോലെ ഈശ്വരാംശമുള്ള ഒരു ഗ്രഹവും കൂടിയാണ്. അപ്പോൾ സമ്പത്തിനെയും നിയമത്തെയും ധാർമ്മികമായ കാര്യങ്ങളെയും ഒക്കെ സൂചിപ്പിക്കുന്ന വ്യാഴമാണ് 3-ാം ഭാവത്തിൽ നിൽക്കുന്നത്. ആ 3-ാം ഭാവാധിപനാണ് ശുക്രനായിട്ട് ഈ മീനൻ രാശിയിൽ നിൽക്കുന്നത്. അപ്പം ആ മീനൻ രാശിയും 3-ാം ഭാവവും തമ്മിൽ ഒരു ബന്ധത്തിൻ്റെ സൂചനയാണ് ഞാൻ ഈ പറഞ്ഞത്. ഇനി 3-ാം ഭാവത്തിൻ്റെ കാരകൻ ആരാണെന്ന് ചോദിച്ചാൽ ചൊവ്വയാണ്. ആ ചൊവ്വ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ചൊവ്വ പോരാട്ടത്തെ സൂചിപ്പിക്കുന്നതാണ്, എടുത്തിയാട്ടത്തെ സൂചിപ്പിക്കുന്നതാണ്, അല്പം കോപത്തെ സൂചിപ്പിക്കുന്നതാണ്, ധാർഷ്ട്യത്തെ സൂചിപ്പിക്കുന്നതാണ്, സാഹസത്തെ സൂചിപ്പിക്കുന്ന എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ശനി സൂര്യ ബന്ധം നമുക്കിവിടെ കാണാൻ കഴിയും. കാരണം കുംഭമാസമാണ്. കുംഭമാസത്തിലാണ് സൂര്യൻ, കുംഭൻ രാശിയിലാണ് സൂര്യൻ നിൽക്കുന്നത്. അതുപോലെ തന്നെ കുംഭൻ രാശി ശനിയുടെ മൂലക്ഷേത്രമാണ്. അപ്പോൾ സൂര്യനും ശനിയും ഒന്നിച്ചു നിൽക്കുന്നു. ഇത് വൈദ്യകാരക സ്വഭാവത്തെ സൂചിപ്പിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ ആരോഗ്യരംഗത്തെയും അതുപോലെ തന്നെ ചികിത്സാരംഗത്തെയും വൈദ്യശാസ്ത്രത്തെയും ഒക്കെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. സൂര്യനെ സംബന്ധിച്ച് പറയുമ്പം അത് വൈദ്യകാരകൻ മാത്രമല്ല, സർക്കാരിനെയും, പണ്ടത്തെ കാലത്ത് പറയുന്ന രാജാക്കന്മാരെ സൂചിപ്പിക്കുന്നു എന്നാണ്. ഇപ്പോഴും നമുക്ക് പറയാൻ പറ്റുന്ന സർക്കാരിനെ, ഭരണാധികാരിയെ സൂചിപ്പിക്കുന്നു, സർക്കാരിനെ പ്രതിനിധീകരിക്കുന്ന ഒരു ഗ്രഹം കൂടിയാണ് സൂര്യൻ. അപ്പോൾ സൂര്യൻ വൈദ്യകാരകനും, അതുപോലെ തന്നെ കുംഭത്തിൽ നിന്ന് ശുക്രൻ മീനത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ കുംഭത്തിലാണ് നിന്നത്. അപ്പോൾ ഈ ശുക്രൻ ആരാണെന്ന് ചോദിച്ചാൽ സ്ത്രീകളാണ്, മുമ്പേ പറഞ്ഞതുപോലെ. അപ്പോൾ അവരവരുടെ കഷ്ടപ്പാടും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഇങ്ങനെ ആലോചിച്ച് സർക്കാരുമായിട്ടൊക്കെ പല പ്രാവശ്യം അതിന് ബന്ധപ്പെട്ട ആൾക്കാരുമായിട്ടൊക്കെ സംസാരിച്ചിട്ടും ഒരു ഗുണവും ഉണ്ടാകാതെ വന്നപ്പോഴാണ് അവർ നേരിടുന്ന പ്രശ്നങ്ങൾ ജനുവരി മാസം തന്നെ ഇങ്ങനെയൊന്നും പോയാൽ പോരാ എന്ന് അവർക്ക് തോന്നുന്നു. അവർക്കിടയിൽ അതൊരു ചർച്ചയായിട്ട് വരുന്നു. ആ കൂടിച്ചേരലിന് അങ്ങനെയാണ് കളമൊരുങ്ങുന്നത്. ഇപ്പം ശുക്രൻ രാഹു യോഗം മാത്രമേ ഉള്ളൂ മീനത്തിൽ. ബുധനും ശനിയും അതുപോലെ തന്നെ സൂര്യനുമൊക്കെ കുംഭൻ രാശിയിൽ തന്നെ നിൽക്കുമ്പോൾ ശുക്രനും രാഹുവുമാണ് മീനത്തിൽ നിൽക്കുന്നത്. ശുക്രനെ പിന്തിരിപ്പിക്കാൻ ഒരു ശ്രമമൊക്കെ രാഹു നടത്തും. അത് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. കാരണം രാഹുവിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ആരുടെ കൂടെ നിൽക്കുന്നു അവരോടൊപ്പം ചേർന്ന് ചെറിയ മാറ്റം, അതുകൊണ്ട് പറ്റാതെ വന്നു എന്ന് പറഞ്ഞാൽ ഉച്ചരാശിയിൽ നിൽക്കുന്ന ശുക്രനെ രാഹുവിന് പ്രത്യേകിച്ച് കാര്യമായിട്ട് ഒന്നും തിരുത്താനോ മറിക്കാനോ ഒന്നും പറ്റാത്ത ഒരു സാഹചര്യം വന്നപ്പോഴാണ് അവർക്ക് കുറച്ചുകൂടി ധൈര്യവും ആവേശവും ഉണ്ടായി. അതൊക്കെ മാധ്യമങ്ങൾ വഴി പ്രചരിക്കാനും സഹായത്തിനൊക്കെ ലഭിക്കുകയുമൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യവും കൂടെ വന്നത്. ഇവിടെ ബുധൻ കൂടി ശുക്രനോടൊപ്പം ചേരും, ഇപ്പോഴല്ല, കുറച്ച് ദിവസം കഴിയുമ്പോൾ. അങ്ങനെ ചേരുമ്പോഴെന്താണെന്ന് ചോദിച്ചാൽ കൂടെ നിന്നവരെ ഒഴിപ്പിക്കാനും അകറ്റി നിർത്താനും എല്ലാ വേണ്ടാത്ത ബുദ്ധിയും പ്രയോഗിക്കും. കാരണം ബുധൻ നീചരാശിയാണ്. ബുധൻ സുഹൃത്തുക്കളും കൂടെ നിൽക്കുന്നവരും ബന്ധുക്കളും അതുപോലെ വിദ്യാഭ്യാസത്തെയും പലതിനെയും സൂചിപ്പിക്കുന്ന ആ ബുദ്ധിപരമായ കാര്യങ്ങളൊക്കെ ഇവിടെ നീചനായതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഒരു നെഗറ്റീവായിട്ട് കണ്ടാൽ മതി. അതായത് എങ്ങനെ ആയാലും ഏത് വിധത്തിലായാലും ഇതിനെയൊക്കെ ഒന്ന് പൊളിക്കണം, ഒന്ന് മാറ്റണം എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു രീതി.
അപ്പം ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ തന്നെ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ കുംഭമാസത്തിൽ 3 പ്രാവശ്യം ഗ്രഹങ്ങൾ യുദ്ധം ചെയ്യും എന്ന്. അത് കുംഭം 5-ാം തീയതിയായിരുന്നു, അതായത് ഫെബ്രുവരി 17-നായിരുന്നു ആദ്യത്തെ യുദ്ധം. അത് ശുക്രനും ശനിയും കൂടെ ആയിരുന്നു ഈ യുദ്ധം. ശുക്രൻ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ സ്ത്രീകളെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ്. ശനിയുടെ കാര്യം പറയുമ്പോൾ അത് ധാർമ്മികതയെയും അതുപോലെ തന്നെ ആധ്യാത്മികതയെയും വൈദ്യനെയും പ്രായം ചെന്നവരെയും വൃദ്ധജനങ്ങളെയും ഒക്കെ സൂചിപ്പിക്കുന്ന കാര്യം. കാരണം ഈ ആശാവർക്കർമാരുടെ കാര്യമെന്ന് പറഞ്ഞാൽ അവരുടെ പ്രവൃത്തി വയ്യാതെ കിടക്കുന്നവരെ പൊക്കിയെടുക്കുക, ആശുപത്രി കൊണ്ടുപോകുക, അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക, ഡോക്ടർമാരെ കാണിക്കുക, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ആരോഗ്യരംഗത്ത് അവരുടെ ഒരു സേവനം എന്ന് പറഞ്ഞാൽ അത് ഈ കഷ്ടപ്പെടുന്നവരെ സംബന്ധിച്ച് ആലോചിക്കുമ്പോൾ അതൊരു വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ശുക്രനും ശനിയും ചേർന്ന ഫെബ്രുവരി 17-ാം തീയതി ആദ്യത്തെ യുദ്ധത്തിൽ ജയിച്ചത് ശുക്രനാണ്. അങ്ങനെ ആണ് ഇത് ഇന്നത്തെ നിലയിലേക്ക് മാറി വരുന്നത് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. ഈ ശുക്രൻ ഉച്ചരാശിയിൽ വരുമ്പോൾ ഉള്ള കാര്യങ്ങളെന്ന് പറയാൻ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. സ്ത്രീകളെ സംബന്ധിക്കുന്ന കാര്യങ്ങൾക്ക് അത് എത്ര ഉന്നത തലത്തിലായാലും ശരി, എത്ര വലുതായാലും ചെറുതായാലും നേരെ ചുവേ പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ തന്നെ ഒരു നല്ല ഗതി കിട്ടും എന്നുള്ളത്. ഇപ്പം ഈ സമീപകാലത്തെ സംഭവമാണ് ഡൽഹി തെരഞ്ഞെടുപ്പിൽ ഒരു വനിത മുഖ്യമന്ത്രി ആകുന്നു എന്നതും ഈ സമയത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഞാൻ രാഷ്ട്രീയമൊന്നുമല്ല പറയുന്നത്, ഇതിൽ കണ്ട കാര്യം, അതായത് ശുക്രനെ സംബന്ധിക്കുന്ന കാര്യമാണെന്ന് പ്രത്യേകം ഓർക്കണം. അല്ലാതെ ആ മുഖ്യമന്ത്രിയോടോ അല്ലെങ്കിൽ പറഞ്ഞ കാര്യങ്ങളോടോ ഒന്നുള്ള ബന്ധിപ്പിച്ച് പറയുന്നതല്ല. ഇനി കുംഭം 26-ാം തീയതി വീണ്ടും ഒരു യുദ്ധമുണ്ട്. ശുക്രനും ബുധനും കൂടിയാണ് ഈ യുദ്ധം നടക്കുന്നത്. കുംഭമാസം 26 എന്ന് പറഞ്ഞാൽ മാർച്ച് 10-ന്. അന്ന് ജയിക്കുന്നതും ശുക്രനാണ്. എന്താണ് ബുധൻ്റെ ജോലി എന്ന് ചോദിച്ചാൽ കൂടെ നിൽക്കുന്നവരെ, ബന്ധുക്കളെ, യുവതി യുവാക്കളെ ഇവരെ അടർത്തി മാറ്റുക എന്നുള്ള, കാരണം നീചരാശിയാണ്. അപ്പോൾ കൂടെ ബന്ധുവും ആണ്. ശുക്രനും ബുധനും പരസ്പരം ബന്ധുക്കളാണ്. എന്നാലും നീചനായ ബുധൻ്റെ ഒരു പണിയെന്ന് പറഞ്ഞാൽ ഇതിന് ഒന്നിച്ച് നിൽക്കുന്നവരെ സ്പ്ലിറ്റാക്കുക, അടർത്തി മാറ്റുക. ബുധൻ വിദ്യാകാരകനും ആയതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള ബുദ്ധിയൊക്കെ പ്രയോഗിക്കുക. വേണ്ടി വന്നാൽ വിദ്യാർത്ഥികളെ കൂടി പങ്കെടുപ്പിക്കുക. അതുപോലെ വളഞ്ഞ ബുദ്ധിയും അറിവില്ലായ്മയും, കാരണം മോശം കാര്യങ്ങൾ മൂടി വച്ചിരുന്നതെല്ലാം തന്നെ പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ട്. അതായത് ഈ നഴ്സിംഗ് കോളേജിലെ കാര്യങ്ങളും വിദ്യാർത്ഥികളുടെ പീഡനത്തിൻ്റെ റായിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തോട്ട് വരുന്നത്. അതുപോലെ ഈ ആശാവർക്കർമാർ പല കാലങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ട്, അവരുടെ ജോലിയും അവരുടെ ആ പ്രവൃത്തിയും അവർക്ക് കിട്ടുന്നതും വെച്ച് നോക്കുന്നുണ്ടെങ്കിൽ ഒന്നുമില്ല. 7,000 രൂപ എന്ന് പറഞ്ഞാൽ അത് ജീവിക്കാൻ കാണുന്നുണ്ടോ? അപ്പോൾ ഇങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ അവർ ഇതിലേക്ക് വീഴാനുള്ള ഒരു, അല്ലെങ്കിൽ ഇത്തരം ഒരു സാഹചര്യത്തിലേക്ക് വരാനുള്ള കാര്യവും ഈ ശുക്രൻ ഉച്ചരാശിയിൽ നിന്നപ്പോഴാണ്. മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ കുംഭമേളയിൽ ആരും അറിയപ്പെടാത്ത ഒരു പെൺകുട്ടി മാലവിക്കാൻ വന്ന് ഇപ്പോൾ ഫേമസ് ആയല്ലോ. അതും ഇതിൻ്റെ ഒരു ഭാഗമാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ രാഹുവും ബുധനും ചേർന്ന് ശുക്രനെ മാറ്റിയെടുക്കാനുള്ള ഒരു ശ്രമം നടത്തും. കാരണം ബുധനൂടെ ചേരുമ്പോൾ രാഹു ഉണ്ടല്ലോ കൂട്ടിന്. അവിടെയും ബുധനും ശുക്രനും ബന്ധുക്കളാണ്. അപ്പോൾ ഒപ്പം നിൽക്കുന്നവർ തന്നെ സമരത്തെ പൊളിക്കാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ മറ്റൊരു കാര്യം, സ്ത്രീകൾ ഒന്നിച്ച് നിന്നവരെ കുറേ പേരെ മാറ്റി നിർത്തുമ്പോൾ സ്ത്രീകളെ അനുകൂലിച്ചും അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഈ ബുധൻ്റെ ഭാഗത്തു നിന്നും ഒരു വിഭാഗം മാറും എന്നുള്ളതാണ്. അതും നമുക്ക്, കാരണം നീചരാശിയുടെ അധിപൻ വ്യാഴമാണ്, അതിൻ്റെ ഉച്ചരാശിയാധിപൻ ആരാന്ന് ചോദിച്ചാൽ ശുക്രനാണ്, മീനത്തിൽ ഉച്ചൻ. അപ്പം ഒരു തരത്തിൽ ഇതിനെ മറ്റൊരു രീതിയിൽ നമുക്ക് കാണാം. കാരണം ഒരാളെ, ഒരു വിഭാഗത്തെ ന്യായത്തിന് വേണ്ടി സമരം ചെയ്യാൻ പോകുന്നവരെ, അവരെ അടർത്തി മാറ്റി ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നവരിലും സ്പ്ലിറ്റ് ഉണ്ടാകും. ഈ സ്ത്രീകളുടെ അല്ലെങ്കിൽ ഈ കൂട്ടായ്മയുടെ ആശാവർക്കർമാരുടെ ഇടയിലും സ്പ്ലിറ്റ് ഉണ്ടാകും എന്നുള്ളതാണ്. വ്യാഴത്തിൻ്റെ രാശി ആയതുകൊണ്ട് പോരാട്ടത്തിലൂടെ തങ്ങളുടെ ആവശ്യം പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കാനും അവരുടെ ന്യായമായ ചിന്താഗതിയെയും അഭിപ്രായത്തെയും ലോകത്തിന് മുന്നിലും സമൂഹത്തിന് മുന്നിലുമൊക്കെ എത്തിക്കാനും സാധിക്കും. ഇതിനൊക്കെ പാരയായിട്ട് നിയോഗിച്ച ബുധനും പാരയായിട്ട് അവരിൽ നിന്ന് കുറച്ച് പേര് മാറും. അങ്ങനെ സ്ത്രീകളുടെ ഒരു ഭാഗം മാറുമ്പോൾ ബുധൻ്റെ ഒരു ഭാഗം മാറി സ്ത്രീകൾക്ക് വേണ്ടിയും ചുരുക്കത്തിൽ ഒരു കശപിശ തന്നെ എന്ന് തന്നെ പറയാം.
ഈ ബുധനും ഈ സമരം ബുധൻ്റെ വരവോടുകൂടി ഒരു ചലനം സൃഷ്ടിക്കും. മാർച്ച് 29 ശനി കൂടി ശുക്രനോട് ചേരും. അത് അതിനെക്കാട്ടി വലിയ വിഷയമാണ്. കാരണം മാർച്ച് 29 ആകുമ്പം ശനിയും മീനരാശിയിലേക്ക് കടക്കും. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യം വരുമ്പം അതിനു മുമ്പായിട്ട് കുംഭ 28-ാം തീയതി, അതായത് മാർച്ച് 12-ാം തീയതി, മാർച്ച് അവസാനമാണല്ലോ ശനി മാറുന്നത്, അതിനു മുമ്പായിട്ട് തന്നെ ബുധനും ശനിയും കൂടി ഒരു ഗ്രഹയുദ്ധമുണ്ട്. ഇതിൽ ജയിക്കുന്നത് ബുധനാണ് എന്ന് പറയുമ്പോൾ ബുധനും ശനിയും തമ്മിലുള്ള ആ ഒരു ബന്ധം, ഒരു കാര്യം നടക്കണം, അതായത് സമരം നിർത്തണം അഥവാ പൊളിക്കണം, അതിന് ഏത് വഴിയും സ്വീകരിക്കാം എന്നൊരു വിഭാഗം പറയുമ്പോൾ മറ്റൊരു വിഭാഗം പറയും ഒരു കാര്യം തീരുമാനിക്കുന്നതിന് മുമ്പ് അതിൻ്റെ ന്യായവശങ്ങളും ധാർമ്മികതയും ആവശ്യക്കാരുടെ ആവശ്യങ്ങൾ ന്യായമാണോ എന്നുള്ള പരിശോധനയും വേണം. അപ്പോൾ വേറൊരു ഭാഗം പറയും രോഗികളെയും വൃദ്ധജനങ്ങളെയും ഒക്കെ നോക്കാൻ ആശുപത്രിയൊക്കെ ഉണ്ട്, അവർ വലിയ കാര്യമായിട്ടൊന്നും എടുത്തുന്നില്ല എന്ന്. ഇനി വേറൊരു കാര്യം കൂടി ഇതിനകത്ത് പ്രസക്തമായിട്ട് വരും. സമരം നിർത്തിയിട്ട് പിന്നെ നമുക്ക് ചർച്ച ചെയ്യാം. ഇങ്ങനെ ഓരോ ഭാഗത്തു നിന്നും ഓരോ രീതിയിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ പരസ്പരം അംഗീകരിക്കുന്ന ഒരു സാധ്യത കാണുന്നില്ല. എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടരും മറ്റുള്ളവരെ അംഗീകരിക്കത്തില്ല, അവർ പറയുന്നത് ഇവരംഗീകരിക്കത്തില്ല. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിക്കുകയോ അംഗീകരിക്കുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല എന്നാണ്. ഇനി മീനമാസമാകും 5 ഗ്രഹങ്ങളാണ് മീനൻ രാശി വരുന്നത്. അതാണ് ഏറ്റവും വലിയ. ഒരു രാശിയിൽ, അതായത് മീനത്തിൽ വരുന്നത് സൂര്യൻ വരുന്നു, മീനമാസമാണ്. രാഹു അവിടെ തന്നെ നിൽക്കുന്നു, ബുധൻ മീനത്തിലാണ്, ശുക്രൻ മീനത്തിലാണ്, കൂട്ടത്തിൽ ശനിയും വരും. അപ്പോൾ ഇവിടെ മൊത്തത്തിൽ 5 ഗ്രഹങ്ങൾ ഒരു രാശിയിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ, ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, 5 സ്വഭാവമുള്ള 5 പേര് ഒന്നിച്ച് നിൽക്കുമ്പം എന്തായിരിക്കും ഫലം എന്നുള്ള രീതിയിൽ. ഇവിടെ ഒരു പ്രധാന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ 5 ഗ്രഹങ്ങൾ ഒന്നിച്ച് നിൽക്കുമ്പം ശുക്രനോടൊപ്പം ബുധനും ശനിയും നിൽക്കും. കാരണം ശുക്രൻ്റെ ബന്ധുക്കളാണ്. ശുക്രൻ്റെ ബന്ധുവായിട്ട് ബുധനും ശനിയും വരുന്നു എന്നുള്ളതാണ്. കാരണം ശുക്രനാണല്ലോ ഇവിടുത്തെ താരം, സ്ത്രീകളാണല്ലോ സമരം ചെയ്യുന്നത്. ഇങ്ങനെ വരുമ്പോൾ സൂര്യൻ, അതാണല്ലോ ഭരണകർത്താവ് അല്ലെങ്കിൽ വൈദ്യകാരകൻ എന്ന് പറയുന്ന ആൾ, ഇത് ശുക്രൻ്റെ ശത്രുവായിട്ടാണ് വരുന്നത്. ശുക്രൻ്റെ ശത്രുവാണ് സൂര്യൻ. അപ്പോൾ സൂര്യൻ ശത്രുവായി നിൽക്കുക എന്ന് പറയുമ്പം സർക്കാർ ഇവരുടെ ആവശ്യം അംഗീകരിക്കും, 100% അങ്ങ് അംഗീകരിച്ച് തരും എന്നൊരു തരത്തിലും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇനി ഇവരെ പൊളിക്കാൻ വന്ന കക്ഷികളൊക്കെ ഉണ്ടല്ലോ, ഈ ബുധനും ശനിയുമൊക്കെ, ഇവരും അവസാനം ശുക്രൻ്റെ ഭാഗത്ത് ന്യായമുണ്ട് എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് വരാം. അതാണ്. എന്നാലും പ്രത്യേകിച്ച് ഇതുകൊണ്ടെന്തെങ്കിലും, അതായത് ഇപ്പം ഇവർ സമരം ചെയ്യുന്നത് സർക്കാരിന് തലയ്ക്ക് വെളിച്ചമുണ്ടായി, ഇപ്പോൾ PSC അംഗങ്ങൾക്ക് 1,00,000 രൂപയും അതിൽ കൂടുതലുമൊക്കെ ശമ്പളത്തിൽ കൂട്ടിക്കൊടുത്തപ്പോൾ ഞങ്ങൾക്കൊരു1000 രൂപയെങ്കിലും കിട്ടിക്കൂടെ, കാശില്ലേ എന്ന് പറയുന്നതൊക്കെ ശരിയാണ് എന്നൊക്കെയുള്ള ചർച്ചകൾ ഇപ്പം നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം വിഷയങ്ങൾ സ്വന്തക്കാരുടെ ഇടയിലും, അതായത് ഓരോ ഏത് യൂണിയനായാലും ഏത് പാർട്ടി ആയാലും അവരുടെ ഇടയിലെല്ലാം, ഭരണകക്ഷിയായാലും പ്രതിപക്ഷമായാലും പൊതുജനമായാലും അവരുടെ ഇടയിലെല്ലാം ഇത്തരം കാര്യങ്ങൾ ചർച്ചയ്ക്ക് വരും. അപ്പോൾ അവർ തന്നെ ചിന്തിക്കും ബാക്കി എല്ലാ കാര്യത്തിലും പണമുണ്ട്, ഇവർക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കാൻ മാത്രം പണമില്ല. ഇങ്ങനെ പഴി പറയുന്ന ഈ ഒരു സ്വഭാവം പലരും അംഗീകരിക്കാതെ വരും. അതാണ് ഞാൻ പറഞ്ഞത്. എത്രമാത്രം പ്രശ്നമുണ്ടായാലും വിഷയമുണ്ടായാലും കൂടെ നിൽക്കുന്നവർ തന്നെ ഇത് ശരിയല്ല, മര്യാദകേടാണ് എന്ന് പറഞ്ഞാലും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന്, അതായത് സൂര്യൻ ശത്രുവായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ 100% നിങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു എന്ന് പറയും എന്ന് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇപ്പോൾ കാണുന്നില്ല. അതായത് അസ്ട്രോളജിയിൽ കാണുന്നില്ല എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഒരു പക്ഷേ സർക്കാരിന് തലയിൽ വെളിച്ചമുണ്ടായി ഇവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നു എങ്കിൽ എൻ്റെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി ഞാനതൊക്കെ ആഗ്രഹിക്കുന്നു, അതൊരു നല്ല കാര്യമാണ്. ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി എന്നങ്ങ് വിചാരിച്ചാൽ മതി. ഈ വീഡിയോ ഈ അസ്ട്രോളജി പരമായിട്ട് ചിന്തിക്കുന്നവരെ സംബന്ധിച്ച് നമ്മുടെ സാമൂഹികമായ കാര്യങ്ങളിൽ എങ്ങനെയാണ് വിലയിരുത്തേണ്ടത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു വീഡിയോയാണ്. നന്ദി, നമസ്കാരം.